ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇഷ്ടമാത്ര സീരിയലിലെ നാളത്തെ നല്ലൊരു എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ മഞ്ജിമയും അതുപോലെ തന്നെ അജിത്തും കൂടി പ്രണയ ലീലാവിലാസങ്ങൾ തുടങ്ങുകയാണ്. അങ്ങനെ അജിത്തും മഞ്ജിമയും തമ്മിൽ കെട്ടിപ്പിടിച്ച് അങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്താണ് ആകാശ് അവിടേക്ക് വരുന്ന കേട്ടോ. ആകാശ് വരുമ്പോ തന്നെ നോക്കുമ്പോഴേക്കും വീട്ടിലൊന്നും ആരുമില്ല, വാതില് തുറന്നിട്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ മഞ്ജിമയാണെങ്കിൽ അജിത്തിനെ വിളിച്ച് വീട്ടിൽ കയറ്റിയ സമയത്താണെന്നുണ്ടെങ്കിൽ വാതില് തുറന്നിട്ടതാണ്, അതുകൊണ്ട് തന്നെ ലോക്ക് ചെയ്തില്ല. ആകാശിനും എളുപ്പമായി. ആകാശ് വേഗം തന്നെ വീടിനുള്ളിലേക്ക് കേറാണ്. കേറിയ ആകാശ് നോക്കുമ്പോഴേക്കും ഇത് തന്നെ പറ്റിയ അവസരം, ആരുമില്ലെന്ന് തോന്നുന്നു. ഇവരൊക്കെ ഇത് എവിടെ പോയി, എന്തായാലും കൊള്ളാം, അടിപൊളി എന്ന് പറഞ്ഞിട്ട് ആകാശ് വേഗം ഇഷിതയുടെ മഹേഷിന്റെ റൂമിലേക്ക് പോവാട്ടോ. അവിടെ കുഞ്ഞ് നല്ല ഉറക്കമാണ്. എന്നാലും ഇവിടെ ഉള്ളവരൊക്കെ എവിടെ പോയി എന്ന് പറഞ്ഞിട്ട് ആകാശം പെട്ടെന്ന് തിരിയുമ്പോഴേക്കും അവിടെ ഒരു ശബ്ദം കേൾക്കാണ്. അത് കേൾക്കുമ്പോഴേക്കും മഞ്ജുമ അജിത്തിനോട് പറയുന്നുണ്ട്, ഈശ്വര ആരൊക്കെയോ വന്നു തോന്നുന്നു, ഇനിയിപ്പോ എന്ത് ചെയ്യും എന്ന് ചോദിക്കാണ്. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ, നമുക്ക് കട്ടിലടിയിൽ കയറി ഒളിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അജിത്താണെങ്കിൽ മഞ്ജുമനെയും കൂട്ടിക്കൊണ്ട് മഞ്ജുമയുടെ റൂമിലെ കട്ടിലിന്റെ അടിയിൽ പോയി ഒളിച്ചിരിക്കാട്ടോ. മഞ്ജുമ പറയണ്ട, ആരാണാവോ, ഇനി വല്ല കള്ളന്മാരായിരിക്കോ, കള്ളന്മാര് സാധാരണ ഇവിടെ കേറാറുണ്ടോ എന്ന് ചോദിക്കാണ്. കള്ളന്മാരൊന്നും കേറാറില്ല, മിക്കവാറും ഇനി അച്ഛനും അമ്മയും തന്നെ ആയിരിക്കും. ഈശ്വര ഞാൻ പെട്ടു, കുഞ്ഞാണെങ്കിൽ അവിടെ ഒറ്റക്ക് കിടക്കാണല്ലോ, ഇന്ന് എന്നെ കൊല്ലും അമ്മയും അച്ഛനും, താനിങ്ങനെ പേടിക്കലേടോ, എന്തായാലും കുറച്ച് കഴിയുമ്പോ നമുക്ക് എഴുന്നേറ്റ് നോക്കാം എന്ന് പറയാണ്. അപ്പൊ മഞ്ജു പറയണ്ട, എന്നാലും ആരായിരിക്കും കേറിയത്, അതെനിക്ക് എങ്ങനെ അറിയാനാ എന്നിങ്ങനെ പറയാണ്. കുറച്ചു നേരം കഴിയുമ്പോഴേക്കും ആരോ വാതിൽ തുറക്കുന്ന ഒച്ച കേൾക്കുന്നുണ്ട്. ഈശ്വര, അത് ഇഷിതയുടെ മഹേഷിന്റെ വാതിലാണല്ലോ തുറക്കുന്നത്, അവരുടെ റൂമിലേക്ക് ആരാ വന്നത്, ഇനി മഹേഷ് ആയിരിക്കോ, താനൊന്നും മിണ്ടാതിരിക്കേ, കുറച്ച് കഴിയുമ്പോ അവരും താനെവിടെയും പുറത്തു പോയിച്ചിട്ട് നിന്നോളും, കുറച്ച് വഴക്ക് കിട്ടുമെന്നേ ഉള്ളൂ, പക്ഷെ കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ പറയാണ്. അതിനുശേഷം ആകാശം നേരെ നമ്മുടെ ഇഷിതയുടെ മഹേഷിന്റെ റൂമിൽ പോയി നോക്കുമ്പോൾ കുഞ്ഞ് നല്ല ഉറക്കമായിരിക്കും. പാവം കുഞ്ഞ് നല്ല ഉറക്കം. ഇത് തന്നെ പറ്റിയ അവസരം, ഞാൻ ഇത്രയും നാള് കാത്തിരുന്ന ആ ദിവസം വന്നെത്തി. എടി ഇഷിതേ, ഞാൻ നിന്റെ പലവട്ടം പറഞ്ഞു, ആ രചനയുടെ പിള്ളേരെ വെച്ചുകൊണ്ടിരിക്കുന്നത് നിനക്ക് ഹാനികരമാണ്, നിനക്ക് കുഴപ്പമാണ്, തൊട്ടപ്പുറത്താണ് നിന്റെ അച്ഛനും അമ്മയുടെയും വീട്, ഫ്ലാറ്റ്, എന്നിട്ട് നിനക്ക് അവിടെ പോകാനൊന്നും വയ്യ. അപ്പൊ ആകാശ് പറയുമ്പോഴോ ആകാശിന്റെ കുറ്റം, ഇനി നീ അനുഭവിക്കാൻ പോവാണ് മോളെ, ആദീനെയും ചിപ്പിനെയും നീ വെറുക്കാൻ പോകുന്ന ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. മഹേഷേ, നിന്റെ മൂന്നാമത്തെ കുഞ്ഞിനെ ഞാൻ ഇങ്ങ് എടുക്കുവാടാ എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞിനെ ആകാശ് എന്തോ ചെയ്യുന്നുണ്ട്. എന്നിട്ട് സന്തോഷത്തോടു കൂടി തന്നെ വാതിൽ തുറന്ന് പുറത്തേക്ക് പോവാണ്. മഞ്ജുമ അജിത്തിനോട് പറയണ്ട്, ആരോ വന്ന പോലെ തിരിച്ചു പോയെന്ന് തോന്നണ, കള്ളന്മാര് തന്നെ, ഇനി റൂമിലുള്ള വല്ല സ്വർണ്ണം എടുത്തോണ്ട് പോയാവോ, വാ നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് അജിത്തും മഞ്ജുമയും കൂടി എഴുന്നേറ്റ് വേഗം പോയി നോക്കുമ്പോ വാതിൽ തുറന്നിരിക്കുകയാണ്. ഇവിടെയൊന്നും ആരുമില്ല. അപ്പോ കള്ളം തിരിച്ചു പോയെന്ന് തോന്നുന്നു. ഈശ്വര, കുഞ്ഞ് എന്ന് പറഞ്ഞിട്ട് മഞ്ജുമ വേഗം മഹേഷിന്റെ മിഷിതയുടെ റൂമിലേക്ക് കേറുവാട്ടോ. അപ്പോഴേക്കും അജിത്ത് പറയണ്ട്, കുഞ്ഞ് നല്ല ഉറക്കമാണല്ലോ, പക്ഷെ കുഞ്ഞിനെ ശ്വാസമുള്ള പോലെ തോന്നണില്ലല്ലോ മഞ്ജിമേ എന്ന് ചോദിക്കുകയാണ്. അയ്യോ അജിത്ത് എന്തൊക്കെയാ പറയണത്? അതെ, ഞാൻ കാര്യത്തിൽ തന്നെയാ പറയണത്, ഞാനൊന്ന് നോക്കട്ടെ, ഞാനൊരു മെഡിക്കൽ റെപ്പ് ആയതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് അതൊക്കെ മനസ്സിലാകും എന്ന് പറഞ്ഞിട്ട് അജിത്ത് കുഞ്ഞിന്റെ ഇങ്ങനെ ഇതുണ്ടാ പൾസ് ഉണ്ടാന്ന് നോക്കുവാണ്. അപ്പൊ കുഞ്ഞിന്റെ പൾസ് കിട്ടുന്നില്ല കേട്ടോ. അപ്പൊ അജിത്ത് പറയണ്ട്, മഞ്ജിമേ പണി കഴിഞ്ഞു തോന്നുന്നു. അജിത്ത് എന്തേ പറയണ വരുന്നത്? അതെ, കുഞ്ഞു പോയി എന്ന് പറയാണ്. ഈശ്വര, എനിക്കിത് ആലോചിക്കാനേ വയ്യ, ഞാനിപ്പോ എന്ത് ചെയ്യും, ഇനിയിപ്പോ എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞിട്ട് അജിത്ത് ഒരു ഒറ്റ ഓട്ടോ ആട്ടോ. അയ്യോ അജിത്ത് ഒറ്റക്കാക്കി പോവല്ലേ, ഞാൻ എന്ത് ചെയ്യും, അജിത്ത് പോവല്ലേ അജിത്ത് എന്ന് പറയുമ്പോ അജിത്ത് ഞാൻ എന്ത് ചെയ്യാനാണ്, അജിത്ത് പോവല്ലേ, അജിത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എടോ, ഒരു കാര്യമില്ല, അതുകൊണ്ടാ ഞാൻ പോട്ടെ. തന്റെ വീട്ടുകാരെങ്ങനെ വന്ന പ്രശ്നം നോക്കും. താനൊരു കാര്യം ചെയ്യ്, എത്രയും പെട്ടെന്ന് തന്റെ ബ്രദറിനെ വിളിച്ചു പറ, കുഞ്ഞിന് അനക്കില്ലെന്ന്, പിന്നെ താനെ മരുന്നെടുത്ത് കാണാം എന്ന് പറഞ്ഞിട്ട് അജിത്ത് അവിടെ നിന്ന് മുങ്ങുവാട്ടോ. ഈശ്വര, ഞാനിപ്പോ എന്താ ചെയ്യാ, എല്ലാത്തിനും കാരണക്കാരി ഞാനാണ്, ഇതിനേക്കാൾ ഞാൻ പോയി ചാവണതാണ്. ഈശ്വര, ഞാൻ എല്ലാവർക്കും എന്ത് സമാധാനം പറയും, ഇഷിതടുത്ത് എന്ത് പറയും, മഹേഷിനോട് എന്ത് പറയും, എന്റെ വീട്ടുകാർക്ക് ഞാൻ എന്ത് പറയും, ഈശ്വര തീർന്നു, ഇതോടെ തീർന്നു എന്ന് പറഞ്ഞിട്ട് മഞ്ജുമ പൊട്ടിക്കരയാട്ടോ. ആ സമയത്ത് മഞ്ജുമക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. മഞ്ജുമ വേഗം തന്നെ മഹേഷിനെ വിളിക്കുകയാണ്. മഹേഷ് എന്ന് പറഞ്ഞിട്ട് ഫോം വിളിക്കുകയാണ്. എന്താ മഞ്ജുമ ചേച്ചി, എന്താ? എടാ മഹേഷ്, ഒരു പ്രശ്നമുണ്ട്. പ്രശ്നോ? എന്ത് പ്രശ്നം? എടാ, തൊട്ടിലേക്ക് കിടക്കുന്ന നമ്മുടെ കുഞ്ഞിന് അനക്കൂല്ലടാ. മഞ്ജുമ ചേച്ചി എന്തൊക്കെയാ പറഞ്ഞത്? തൊട്ടിലേക്ക് കിടക്കുന്ന കുഞ്ഞ് അനക്കൂല്ലെന്നോ? കുഞ്ഞ് ഉറങ്ങുമായിരിക്കും. ഇല്ലടാ, ഉറങ്ങുമല്ല, ഞാൻ കുറെ പ്രാവശ്യം വിളിച്ചു, കുഞ്ഞിന് ഒരു അനക്കവും ഇല്ല, കുറച്ചു നേരമായാലും ഉറങ്ങുന്നത്. അപ്പൊ ബോറടിക്കുന്നുണ്ട്, എഴുന്നേപ്പിച്ച് കളിപ്പിക്കാൻ വെച്ചിട്ട് എടുക്കാൻ നോക്കിയതാ, അപ്പൊ കുഞ്ഞിന് അനക്കവും ഇല്ല. ഈശ്വര, മഞ്ജുമ ചേച്ചി ഒരു കാര്യം ചെയ്യും, ഞാൻ എത്രയും പെട്ടെന്ന് ആംബുലൻസ് വിളിക്കാം, മഞ്ജുമച്ചി ആംബുലൻസിൽ കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിക്കേ, ഞാൻ അങ്ങോട്ടേക്ക് വരാം എന്ന് പറയാണ്. അപ്പം ഇഷിത ചോദിക്കണ്ടേ, എന്താ മഹേഷ്, എന്തിനാ മഞ്ജുമച്ചി വിളിച്ചത്? എടോ, അത് ഒന്നുമില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകണം. എന്താ മഹേഷ്, എന്തിനും പ്രശ്നമുണ്ടോ? അത് കുഞ്ഞിന് ചെറിയൊരു പനിയെന്ന്. പനിയോ? രാവിലെ കുഞ്ഞിന് ഒരു കുഴപ്പമുണ്ടായില്ലല്ലോ, പെട്ടെന്ന് എന്ത് പറ്റി? എടോ, അതൊന്നും പറഞ്ഞിരിക്കാൻ സമയമില്ല മക്കളെ, വാ നമുക്ക് എത്രയും പെട്ടെന്ന് പോവാം. ഡാഡി
കുഞ്ഞിന് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് ആദ്യം ചോദിക്കുമ്പോ മോനെ അത് പിന്നെ ഇഷിത നിൽക്കണം അതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല, കുഞ്ഞിനൊരു പ്രശ്നമുണ്ട് മോനെ, ഞാൻ പറഞ്ഞതല്ലേ ഡാഡി, ഒന്നും എവിടെയും പോവണ്ടെന്ന്. ഇപ്പൊ എന്തായി ഈശ്വര എന്റെ കുഞ്ഞുവാവ എന്ന് പറഞ്ഞിട്ട് ആദ്യം ചിപ്പിയൊക്കെ പൊട്ടിക്കരയാണ്. അങ്ങനെ അവരെല്ലാരും കൂടി ഹോസ്പിറ്റലിലേക്ക് പോകണം. അപ്പോഴേക്കും മഞ്ജിമ ഹോസ്പിറ്റലിൽ കുഞ്ഞിനെ എത്തിച്ചിട്ടുണ്ടാവും കേട്ടോ. അവിടേക്ക് ഡോക്ടർ ദേവികയും വരുന്നുണ്ട്. മഞ്ജിമ എടുത്ത് ചോദിക്കണ്ടേ, ഇത് ഇഷിതയുടെ കുഞ്ഞല്ലേ, കുഞ്ഞിന് എന്ത് പറ്റി? അതറിയില്ല, കുഞ്ഞു പെട്ടെന്ന് അനങ്ങുന്നില്ല. അനങ്ങുന്നില്ല പോലും. അവ വീട്ടിൽ ഇത്രയും പേരുണ്ട്, എന്നിട്ട് കുഞ്ഞിനെ ശ്രദ്ധിക്കാൻ ആരുമില്ലേ? ഞാനൊന്നും പറയുന്നില്ല. എവിടെ ഇഷിതയും മഹേഷും എവിടെ? അവരൊരു ട്രിപ്പ് പോയതാ. ഈ കൊച്ചിനെ വെച്ചിട്ട് ട്രിപ്പ് പോയെന്നോ? വരട്ടെ, രണ്ടെണ്ണവും വരട്ടെ, ഞാൻ വെച്ചിട്ടുണ്ട്. കുഞ്ഞിനെ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ഐസിയുല് ചേർക്കണം എന്ന്, ഐസിയുൽ ആക്കണം എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ദേവിക ഐസിയുൽ ആക്കാണ്. കുഞ്ഞിനെ ഭയങ്കര സീരിയസ് ആണ് കേട്ടോ. ആ സമയത്താണ് ഇഷിതയും മഹേഷും അവിടേക്ക് എത്തുന്നത്. മഹേഷ് ചോദിക്കട്ടെ, എന്താ ചേച്ചി, എന്താ പറ്റുന്നുണ്ട്, ഞങ്ങളുടെ കുഞ്ഞെവിടെ? എടാ കുഞ്ഞ് അനക്കൂലാതെ തൊട്ടിലേക്ക് കിടക്കായിരുന്നു. അത് കേൾക്കുമ്പോ തന്നെ ഇഷിത തല കറങ്ങി വീഴാണ്. മഹേഷ് എന്തൊക്കെയാ പറയണത്? എടോ താൻ പേടിക്കണ്ട, കുഞ്ഞുങ്ങളാവുമ്പോ ചിലപ്പോ നല്ല ഉറക്കമൊക്കെ ആവുമ്പോ ഇതുപോലെ ഉണ്ടാവും, താൻ പേടിക്കണ്ട, എനിക്ക് ഡോക്ടർ ദേവികനെ കാണണം, എനിക്ക് വേഗം കാണണം എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ഇഷിത ഐസിയുള്ളിലേക്ക് കയറാണ്. ഡോക്ടർ എന്തു പറ്റി എന്റെ കുഞ്ഞിന്? ഇഷിത ഞാൻ ഇതിനെ മറുപടി ഒന്നും പറയുന്നില്ല. കുഞ്ഞിനിട്ടിട്ട് ഇഷിത എവിടെ പോയതാ? ഇത്ര പൊടി കുഞ്ഞിട്ട് പോവാ. ഇഷിതക്ക് ഒരു നാണോ ഇല്ലേ, ഒരു മടിയില്ലേ? കുഞ്ഞിനെ വേണ്ടി എത്രമാത്രം പ്രാർത്ഥിച്ചു, എന്നിട്ട് ഇത്രയും ചെറിയ കുഞ്ഞിനെ ഇട്ടിട്ട് പോയത്. അത് വീട്ടിലെ ആളുകൾ ഉണ്ടായിരുന്നു, സ്വന്തം അമ്മ നോക്കുന്ന പോലെ ആവോ വീട്ടിലെ മറ്റാളുകൾ? രണ്ടു മക്കളെ ഇഷിതൊക്കെ ഉണ്ടല്ലോ അല്ലെ, അതുകൊണ്ട് ഈ കുഞ്ഞിനെ നോക്കിയില്ലെങ്കിപ്പോ എന്താ? കുഞ്ഞിന്റെ അവസ്ഥ സീരിയസ് ആണ്. ഇഷിത പുറത്തേക്ക് ഇരിക്കൂ, ഞങ്ങൾക്ക് കുറച്ച് നോക്കണം. ഇഷിത ഈ സമയത്ത് കുഞ്ഞിനെ നോക്കണ്ട, അത് ശരിയാവില്ല എന്ന് ദേവിക പറയണം. അത് കേൾക്കുമ്പോൾ ഇഷിത തല കറങ്ങി വീഴാണ്. ഇഷിതേനെയും അവിടെ അഡ്മിറ്റ് ആക്കുന്നുണ്ട്. ആദ്യം പറയുന്നുണ്ട്, എന്നാലും കുഞ്ഞുവാക്ക് എന്തായിരിക്കും പറ്റിയത്? ഞാൻ പറഞ്ഞതല്ല ഡാഡി, എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പുറത്തൊന്നും കൊണ്ടുപോണ്ടെന്ന്. കണ്ടില്ലേ, എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പുറത്ത് കൊണ്ടുപോട്ടെ. ഇപ്പൊ കുഞ്ഞുവാവിടെ അവസ്ഥ കണ്ടില്ലേ? എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല ഡാഡി, എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. കുഞ്ഞുവാക്ക് എന്തിനു സംഭവിച്ച പിന്നെ ആദ്യം ജീവനോടെ ഉണ്ടാവില്ല എന്ന് ആദ്യം പറയണം. അതിനുശേഷം കുറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഡോക്ടർമാര് മഹേഷിനോട് പറയണ്ട്, കുഞ്ഞിന്റെ അവസ്ഥ ഒന്നും പറയാനായിട്ടില്ല, 24 മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ല, അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോ എന്ന് പറയാണ്. അത് കേൾക്കുമ്പോഴേക്കും മഹേഷ് പൊട്ടിക്കരയാണ്. അവിടേക്ക് പ്രിയാമണി മാഷൊക്കെ വരുന്നുണ്ട്. മഹേഷ് പണ്ട് ഞാൻ നിങ്ങളടുത്തൊക്കെ പറഞ്ഞതല്ലേ കുഞ്ഞിനെ ശ്രദ്ധിക്കണമെന്ന്, എവിടെ എന്റെ അച്ഛനും അമ്മയും? അവിടേക്ക് സ്വപ്നം വലിയ രാമനാഥൻ വരുവാണ്. എന്താ മോനെ, ഞാൻ അമ്മയുടെ അച്ഛനോട് പറഞ്ഞതല്ലേ കുഞ്ഞിനെ നോക്കണോന്ന്? അപ്പൊ അമ്മ എന്താ പറഞ്ഞത്? ഞാൻ 3-4 മക്കളെ പെറ്റി വളർത്തിയതാണ്, അതാണ് ഇതാണെന്നൊക്കെ. എത്ര മക്കളെ വളർത്തിയാലിട്ടും കാര്യമില്ല, എക്സ്പീരിയൻസ് എന്നുള്ളതുണ്ട്, അമ്മക്ക് അത് ശരിക്കുമില്ല. അതിന്റെ ഫലമാ എന്റെ കുഞ്ഞ് അനുഭവിച്ചത്. നിങ്ങളൊക്കെ വിശ്വസിച്ച് എന്റെ കുഞ്ഞിനെ ഏൽപ്പിച്ചു പോയാൽ എന്നെ പറഞ്ഞാൽ മതി. മഞ്ജു ചേച്ചി എവിടെ? മഞ്ജു ചേച്ചി സത്യം പറ, കുഞ്ഞിന് എന്താ സംഭവിച്ചത്? എടാ മഹേഷ് സത്യമായിട്ട് എനിക്ക് അറിയില്ല എന്ന് പറയാണ്. ശേഷം ഡോക്ടർ പുറത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചാണ് എന്തോ സംഭവിച്ചിരിക്കണത് എന്ന് പറയാണ്. അത് കേൾക്കുമ്പോ നമ്മുടെ മഹേഷ് മഞ്ജുയുടെ മുഖത്തിട്ടടിക്കുകയാണ്. എന്താ സംഭവിച്ചത്, സത്യം പറ, നിങ്ങളാണോ അത് ചെയ്തത് എന്ന് ചോദിക്കാണ്. അപ്പൊ ആ ഒരു ഭാഗമാണ് നമ്മൾ നാളത്തെ എപ്പിസോഡിൽ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.